PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ആവശ്യമാണെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ആവശ്യമാണ് എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആമുഖം തയ്യാറാക്കിയത് അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആമുഖം തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ആമുഖത്തിന്റെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ആമുഖം എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ആമുഖം എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. USA കയ്യിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഇനി PSC ചോദിക്കുന്ന ഇത് ഓരോ പോയിന്റും PSCയുടെ ചോദ്യങ്ങളാണ് കേട്ടോ. ആമുഖവുമായി ബന്ധപ്പെട്ട ഓരോ പോയിന്റുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യമാണ്, ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ? ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആമുഖം തുടങ്ങുന്നത്. ഇനി ഈ പറയുന്ന ആമുഖത്തിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ആമുഖത്തിൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 3 ഭാഗങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ഭാഗത്ത് പറയുന്നത് എന്താണ്? അധികാര സ്രോതസ് ജനങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അധികാര സ്രോതസ് ആരാ? ജനങ്ങളാണ്. അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് പറയുന്നു. അതാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അധികാര സ്രോതസ് ജനങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ സ്വഭാവമാണ്. രാഷ്ട്രത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് രാഷ്ട്രമാണെന്നാണ് പറയുന്നത്. അതായത് മലയാളത്തിൽ എങ്ങനെ പറയാ? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയെ സംഘടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. അതാണ് രാഷ്ട്രത്തിന്റെ സ്വഭാവം. ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് പറയുന്ന ഒരു ഭാഗം, രാഷ്ട്രത്തിന്റെ സ്വഭാവം പറയുന്ന ഒരു ഭാഗം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പറയുന്ന ഭരണഘടനയുടെ ആമുഖം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനു മുൻപ് ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞല്ലേ, എന്തൊക്കെയാണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇതാണ് രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത് എപ്പോഴാ? 1950 ജനുവരി 26 ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത്. ഈ നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്ന സമയത്ത് പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു സ്വഭാവം. പിന്നീട് സോഷ്യലിസ്റ്റും മതേതരത്വം ഇത് രണ്ടും പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്.
ഭരണഘടനയുടെ ആമുഖത്തിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ് സോഷ്യലിസ്റ്റും മതേതരത്വം എന്ന് പറയുന്ന വാക്കുകൾ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നമ്മുടെ എന്താണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലേ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് 1947 ജനുവരി 22 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയത്തെ അംഗീകരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ജനുവരി 22 അത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അപ്പൊ ആമുഖമായിട്ട് മാറിയത് എന്താ? ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ആമുഖമായിട്ട് മാറുന്നത്. അപ്പൊ എന്താണ് ആമുഖമായിട്ട് മാറിയത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞല്ലേ. എന്താണ് ഈ പറയുന്ന ലക്ഷ്യങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 4 ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. 1 നീതി അഥവാ ജസ്റ്റിസ്, 2 സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി, 3 സമത്വം അഥവാ ഈക്വാളിറ്റി, 4 സാഹോദര്യം അഥവാ ഫ്രറ്റേണിറ്റി. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ 3 ഭാഗമാണെന്ന് പറഞ്ഞു. അധികാര സ്രോതസ് ജനങ്ങളാണ്. പിന്നെ രാഷ്ട്രത്തിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു, പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് ആണ്. എന്താണ് 3ാമത്തെ ഭാഗം? ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നു. എന്താണ് ലക്ഷ്യം? ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ 4 തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ്. 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം എന്നിങ്ങനെ 4 ലക്ഷ്യങ്ങൾ. ആ 4 ലക്ഷ്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പിക്ചർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടക്കുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള
ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വീക്ക് 1 വീക്ക് 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ, ഒരു പരീക്ഷ പോലെ. ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCERT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCERT ആണ് കേട്ടോ. ന്യൂ SCERT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCERTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCERTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം, അല്ലെ? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം. പിന്നെന്ത് നമ്മൾ പറഞ്ഞു? അപ്പൊ ഇതാണ് അധികാര സ്രോതസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ ഭാഗം രാഷ്ട്രത്തിന്റെ സ്വഭാവമാണ്. രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പൊ ഇതാണ് എന്ത്? രാഷ്ട്രത്തിന്റെ സ്വഭാവം. ഇത് അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് പറയുന്നു. ഇതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താണ്? രാഷ്ട്രത്തിന്റെ സ്വഭാവം ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഭാഗമാണ് രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് കിടക്കുന്നത്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം. ഓക്കെ, അപ്പൊ നീതി, ആദ്യത്തേത് നീതി അഥവാ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് വരുന്നത് എത്ര തരത്തിലുള്ള നീതിയാ? 3 തരത്തിലുള്ള നീതിയാണ് വരുന്നത്. നീതി എന്ന് വെച്ചാൽ എത്ര തരത്തിലുള്ള നീതിയാ വരുന്നത്? 3 തരത്തിലുള്ള നീതിയാണ് വരുന്നത്. ഏതൊക്കെയാണ്? സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ എക്കണോമിക്കൽ ജസ്റ്റിസ്, ദെൻ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് സാമൂഹികപരമായ നീതി, സാമൂഹ്യ നീതി, സാമ്പത്തികപരമായ നീതി, രാഷ്ട്രീയപരമായ നീതി. ഇങ്ങനെ 3 തരത്തിലുള്ള നീതികളെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. എങ്ങനെയുള്ള നീതിയാ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ ലക്ഷ്യമാണ് നീതി. നീതി എന്ന് പറയുന്നത് എങ്ങനെയുള്ള നീതിയാ? 3 തരത്തിലുള്ള നീതികളാണ് പറയുന്നത്. സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹികപരമായ, സാമ്പത്തികപരമായ, രാഷ്ട്രീയപരമായിട്ടുള്ള നീതിയെക്കുറിച്ചാണ് ഭരണഘടനയുടെ ആമുഖത്ത് പറയുന്നത്. ഇനി അടുത്ത ലക്ഷ്യമായിരുന്നു സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെയുള്ള സ്വാതന്ത്ര്യം? അതിനും ഉണ്ട് ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ് ആമുഖത്തിൽ പറയുന്നത്? ചിന്തിക്കുവാൻ, ആശയപ്രകടനത്തിന്, വിശ്വാസത്തിന്,
മതനിഷ്ഠയ്ക്ക്, ആരാധനയ്ക്കൊക്കെയുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി സാഹോദര്യം. സാഹോദര്യം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം പുലർത്തുക എന്നാണ് പറയുന്നത്. ഇപ്പൊ സാഹോദര്യം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വ്യക്തിയുടെ അന്തസ്, രാഷ്ട്രത്തിന്റെ ഐക്യം, അഖണ്ഡത എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യമാവണം എന്നാണ് ആമുഖത്തിലൂടെ പറയുന്നത്. ഓക്കെ, ഇനി സമത്വം. സമത്വം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? പദവിയിലും അവസരത്തിലും സംപ്രാപ്തമാക്കുവാൻ. അതായത് സമത്വം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സമത്വമാണ് വരുന്നത്. പദവിയിലും എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥിതി സമത്വം എന്ന് നമ്മൾ പറയും അല്ലെ? സ്ഥിതി സമത്വം. സ്ഥിതി സമത്വം എന്ന് വെച്ചാൽ എന്താണ്? ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആണ്. ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ്, അതാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേത് എന്താണ്? അവസര സമത്വം. അവസര സമത്വമാണ് രണ്ടാമത്തേത് എന്താണ്? അവസര സമത്വം. അതായത് ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സമത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, 4 ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള നീതിയാണ് ഉറപ്പുവരുത്തുന്നത്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയപരമായ നീതി. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ചിന്തിക്കുവാൻ, ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. സമത്വം എന്ന് പറയുമ്പോൾ പദവിയിലും അവസരത്തിലുമുള്ള സമത്വം, സ്ഥിതി സമത്വവും അവസര സമത്വവും. സാഹോദര്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷ്യങ്ങൾ കിട്ടി. ഇനി ഈ ഓരോ ലക്ഷ്യങ്ങളും നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? നീതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നുമാണ്, USSRന്റെ കയ്യിൽ നിന്നുമാണ് നീതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ബാക്കി 3 എണ്ണം ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 ലക്ഷ്യങ്ങൾ, ഈ 3 ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടത് എവിടെന്നാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ് അല്ലെ? ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖം നോക്കുന്ന സമയത്ത് ഒരു ഡേറ്റ് കാണാനായിട്ട് പറ്റും. അതായത് ആമുഖത്തിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഏതാണ് ആ ഡേറ്റ്? ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റായ 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത്. ആ ഒരേ ഒരു ഡേറ്റ് മാത്രമാണ് നമ്മുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്. കേട്ടോ, 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി എന്ന് പറയുന്നത് 1949 നവംബർ 26. അതിന്റെ പ്രത്യേകത ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിന്റെ സ്വഭാവം പഠിച്ചപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നമ്മൾ സ്ഥിതി സമത്വം അതുപോലെ മതേതരത്വം എന്നൊക്കെ പറയുന്ന വേർഡ്സ് കൂട്ടിച്ചേർത്തതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വേർഡും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ സാഹോദര്യം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ അഖണ്ഡത എന്ന് പറയുന്ന വേർഡും ആദ്യം ഉണ്ടായിരുന്നില്ല. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ്. ഒന്ന് സോഷ്യലിസ്റ്റ്. എന്താണ്? സോഷ്യലിസ്റ്റ്. പിന്നെ വരുന്നത് എന്താണ്? സെക്യുലർ. സെക്യുലർ എന്ന് പറയുമ്പോൾ മതേതരത്വം.
പിന്നെ ഇന്റഗ്രിറ്റി മീൻസ് അഖണ്ഡതയാണ് കേട്ടോ, അഖണ്ഡത. അപ്പൊ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിങ്ങനെ 3 വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല, പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ 3 വാക്കുകളും ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഒരു ഭേദഗതിയിലൂടെയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പുതിയതായിട്ടൊരു കാര്യം കൂട്ടിച്ചേർക്കണമെങ്കിലും നിലവിലുള്ളതിനെ റദ്ദാക്കണമെങ്കിലും ഒരു ഭേദഗതിയിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഭേദഗതിയാണ് 1976 42-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 1976 42-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത എന്ന് പറയുന്ന 3 വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ആരാണ് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. കേട്ടോ. അപ്പോൾ 1976 42-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ ഒരു ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ 3 വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിങ്ങനെ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. പിന്നെ നമുക്ക് പറയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതേതാണ്? 42-ാം ഭേദഗതിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ആമുഖവുമായി ബന്ധപ്പെട്ട 2 കേസുകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കേസാണ് ബെറുബാറി കേസ്. എന്താണ്? ബെറുബാറി കേസ്. ബെറുബാറി കേസിന്റെ വർഷം പഠിച്ചിരിക്കുക. 1960 ബെറുബാറി കേസ് കേട്ടോ. ബെറുബാറി കേസ് 1960. അപ്പോൾ ബെറുബാറി കേസ് എന്തിനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ബെറുബാറി കേസിന്റെ കോടതി വിധി ഇതായിരുന്നു: ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന വിധി വന്ന കേസാണ് ബെറുബാറി കേസ് കേട്ടോ. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കോടതി വിധി വന്ന കേസ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബെറുബാറി കേസാണ് കേട്ടോ. എന്നാൽ അതിനുശേഷം ഒരു കേസ് വന്നു, അതാണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ് വർഷം 1973. 1973 കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ ഈ കേശവാനന്ദ ഭാരതി കേസിൽ വന്ന വിധി എന്താണെന്ന് ചോദിച്ചാൽ, ആമുഖവും ഭേദഗതി ചെയ്യാം. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, ആമുഖവും ഭേദഗതി ചെയ്യാം എന്ന വിധി വന്ന കേസാണ് ഏത്? കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. അപ്പൊ കേശവാനന്ദ ഭാരതി കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. പറയുന്ന വിധി ഇങ്ങനെയാണ്: ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും പാർലമെന്റിന് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാം. പക്ഷെ എങ്ങനെ? ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ മാറ്റം വരുത്താതെ. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന സങ്കല്പങ്ങളിൽ മാറ്റം വരുത്താതെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗം വേണമെങ്കിലും പാർലമെന്റിന് ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാം എന്ന വിധി വന്നിട്ടുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ, ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരാതെ ഭരണഘടനയുടെ ഏതു ഭാഗവും പാർലമെന്റിന് ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാമെന്ന് പറയുന്ന വിധി വന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് വിശേഷണങ്ങൾ പഠിക്കാനുണ്ട്. ആമുഖത്തെ ഓരോരുത്തരും വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യത്തെ വിശേഷണം, ആമുഖം എന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആമുഖം എന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. KM മുൻഷിയാണ് നമ്മുടെ ആമുഖത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടി ഞാനൊരു കണക്ഷൻ പറഞ്ഞുതരാം. ഈ ജാതകമൊക്കെ നമ്മൾ നോക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ കല്യാണത്തിനല്ലേ. അപ്പോൾ കല്യാണം എന്നൊന്ന് നമ്മൾ എഴുതി നോക്കിക്കേ. ദേ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ KM കല്യാണത്തിൻ്റെ ഷോർട്ടായിട്ട് നമുക്ക് കണ്ടുകൂടെ? ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. ആമുഖത്തെ നമ്മുടെ ഭരണഘടനയുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇനി അടുത്ത വിശേഷണം, ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, അതുപോലെ രത്നം, താക്കോൽ
എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ താക്കൂർ ദാസ് ഭാർഗവ് ആണ് കേട്ടോ. താക്കൂർ ദാസ് ഭാർഗവ്. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. ഭാർഗവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭാർഗവി നിലയം ഓർക്കാം അല്ലേ. അപ്പോൾ ഭാർഗവി നിലയം നമ്മൾ താക്കോലിട്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആത്മാവിനെ കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഭാർഗവി നിലയത്തിലൊക്കെ എന്താണ്, പണ്ടൊക്കെ നമ്മൾ ഈ മണിച്ചിത്രത്താഴൊക്കെ കണ്ടിട്ടില്ലേ, അവിടെ കുറേ രത്നവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താക്കോലെടുത്ത് തുറക്കുന്നതെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഭാർഗവി നിലയം നമ്മൾ രത്നമൊക്കെ എടുക്കാൻ വേണ്ടി താക്കോലൊക്കെ ഇട്ട് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റും അല്ലേ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, രത്നം, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ഇനി നമ്മുടെ ആമുഖത്തെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കീ നോട്ട് മീൻസ് രത്ന ചുരുക്കം. രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ് കേട്ടോ. ഏണസ്റ്റ് ബാർക്കർ. ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ ബാർക്കറിലെ ബാർ എടുക്കാം. ബാറ് തുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കീ വേണമെന്ന് ഓർത്താൽ മതി. ഓക്കെ, ബാറ് തുറക്കണമെങ്കിൽ കീ വേണം. കീ നോട്ട്, രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ് കേട്ടോ. ഏണസ്റ്റ് ബാർക്കർ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഐഡന്റിറ്റി കാർഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? എൻ.എ. പൽഖിവാല. എൻ.എ. പൽഖിവാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ട് നമുക്ക് അറിയാം, നമ്മുടെ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പോലും മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ എന്നെ പോലും മനസ്സിലാവില്ല. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ഐഡന്റിറ്റി കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്നെ പോലും നമുക്ക് എന്താണ് സ്വന്തമായിട്ട് നമ്മളുടെ ഫോട്ടോ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ എന്നെ പോലും മനസ്സിലാവില്ല എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? എൻ.എ. പൽഖിവാലയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത് ആരാ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ബന്ധപ്പെടുത്തി വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ബന്ധപ്പെടുത്തി വിശേഷിപ്പിച്ചത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് കേട്ടോ. ജസ്റ്റിസ് ഹിദായത്തുള്ള. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടെ നമ്മുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ജസ്റ്റിസ് ഹിദായത്തുള്ള എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ജസ്റ്റിസ് ഹിദായത്തുള്ള. ഇനി ഒരെണ്ണം കൂടെ നിങ്ങൾ ഓർത്തിരിക്കാം. വളരെ നാളുകളായുള്ള ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് അല്ലാടി കൃഷ്ണസ്വാമിയാണ് കേട്ടോ. വളരെ നാളുകളായുള്ള ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി. അല്ലാടി കൃഷ്ണസ്വാമിയാണ് ഇന്ത്യക്കാരുടെ കുറെ നാളായിട്ടുള്ള സ്വപ്നത്തിന്റെ പ്രകാശനം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇനി ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് കേട്ടോ. നമ്മൾ വേറൊരെണ്ണം പഠിച്ചിട്ടുണ്ട്, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് 32ാമത്തെ വകുപ്പ് അല്ലേ, അത് BR അംബേദ്കർ ആണ് വിശേഷിപ്പിച്ചത്. ഇത് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ആത്മാവ്, രത്നം, താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. കീനോട്ട് അല്ലെങ്കിൽ രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് N.A. പൽഖിവാല. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് വിശേഷിപ്പിച്ചത് ജസ്റ്റിസ് ഹിദായത്തുള്ള. പല നാളായിട്ട് ഇന്ത്യക്കാർ കണ്ട സ്വപ്നത്തിന്റെ പ്രകാശനം എന്ന് വിശേഷിപ്പിച്ചത് അല്ലാടി കൃഷ്ണസ്വാമി. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ആമുഖം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ന്യായവാദത്തിന് അർഹമല്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ന്യായവാദത്തിന് അർഹമല്ല, അതായത് നോൺ ജസ്റ്റിസിയബിൾ ആണ്.
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിയബിൾ ആണ്, ന്യായവാദത്തിന് അർഹമല്ല. അതായത് ആമുഖത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയെ സമീപിക്കാനൊന്നും പറ്റത്തില്ല ആമുഖത്തിന്റെ കാര്യത്തിൽ. അതാണ് ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റിസിയബിൾ ആണ് ആമുഖം എന്ന് പറയുന്നത്. ഈ ആമുഖം ഡിസൈൻ ചെയ്തത് ആരാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആരാണ്? റാം മനോഹർ സിൻഹ. ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? റാം മനോഹർ സിൻഹയാണ് ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്തത്. ഇനി നമ്മൾ പറഞ്ഞു ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? നാം, ഭാരതത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലെ. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അതിനു പകരം ദൈവത്തിന്റെ നാമത്തിൽ എന്ന് ആരംഭിക്കണം എന്ന് അഭിപ്രായപ്പെട്ട ഒരാളുണ്ട്. ദൈവത്തിന്റെ നാമത്തിൽ എന്നാണ് നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ആരാണ് അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്? HV കാമത്താണ് കേട്ടോ. HV കാമത്താണ്. ഓർത്തിരിക്കുക, നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് ആരംഭിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? HV കാമത്താണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട്. മാക്സിമം പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണം കേട്ടോ. നോട്ട് തയ്യാറാക്കുക, ഇന്ന് തന്നെ റിവിഷൻ ചെയ്യുക. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പോളിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ വരുന്നതായിരിക്കും വൈകുന്നേരം. അപ്പോൾ അതെല്ലാവരും എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. രാത്രിയുള്ള നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യുക. ഉച്ചയ്ക്ക് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാമിൻ്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്